ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ബോട്ടിങ്ങിന് പോവാണ്. കേട്ടല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അങ്ങനെ നമ്മൾ ആലപ്പുഴ ഒരു ബോട്ടിങ്ങിന് പോവാണ്. ഒരു 3-4 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ബോട്ടിങ്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് പ്രവീൺ ചേട്ടൻ്റെ അവിടെ ജോലി ചെയ്യുന്നവരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പണിക്കാർ കാണും, അതുകൊണ്ടാണ് താക്കോല് വെച്ച് തന്നെ കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം പ്രവീൺ ചേട്ടൻ്റെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുമാണ്. ഇതിന് മുമ്പ് ഒരു വട്ടവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് പേരെയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പം നമ്മളും എല്ലാവരുമായിട്ടാണ് പോകുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് പ്രവീൺ ചേട്ടൻ്റെ പെങ്ങളും ഹസ്ബൻഡും അവരുടെ നാത്തൂനും അളിയനും എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് അടിച്ച് പൊളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ചേച്ചിയും പൊടിവാവയിൽ ലച്ചും എല്ലാം മുണ്ടക്കലുണ്ടായിരുന്നു. അപ്പോൾ അവരെയും വിളിച്ചുകൊണ്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രെയിനിലാണ് അവിടുന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്നത്. നമ്മൾ കാറിൽ പോകാമെന്ന് വെച്ചതാണ്. അപ്പോൾ പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും, എന്താ റോഡും ഒക്കെ മോശമായതുകൊണ്ട് നമ്മൾ ട്രെയിനിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മുടെ ട്രെയിൻ 7:20-നായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 7:20 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിൻ 10 മിനിറ്റ് ലേറ്റാന്ന് പറഞ്ഞതുകൊണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ട്രെയിൻ എത്താറായി, അത് കിട്ടുമെന്ന് തോന്നുന്നില്ല, 7:50 ട്രെയിൻ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ 7:50 ടിക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഏട്ടനാണെങ്കിൽ പാർക്ക് ചെയ്യാനായിട്ട് അങ്ങ് ദൂരെ പോകണമായിരുന്നു. ഇവിടെ പാർക്കിംഗ് ഇല്ലായിരുന്നു കേട്ടോ. 7:20 ആയപ്പോഴത്തേക്ക് ഫുൾ പാർക്കിംഗ് ഫുള്ളായെന്നുള്ളത്. അതുപോലെ ആൾക്കാരെന്ന് വെച്ചാൽ ലീവുള്ള ദിവസവും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് നമ്മളിങ്ങനെ കയറി. അപ്പോൾ ഏട്ടൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ സെക്കൻഡ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നിങ്ങൾ അവിടെ പോയി നിൽക്കുക, ഞാൻ വരുവാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കയറി ഇറങ്ങി അവിടെ ചെന്നപ്പോഴത്തേക്ക് ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഏട്ടനും കൂടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, നമുക്കതിൽ പോകാമായിരുന്നു. പക്ഷേ ഏട്ടൻ വന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ആ ട്രെയിൻ മിസ്സായി. അപ്പോഴത്തേക്ക് കരുനാഗപ്പള്ളി ഉള്ളവർ പറഞ്ഞു അവർ ആ ട്രെയിനിൽ കയറുവാണെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട, കയറിക്കോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ നമ്മളിവിടെ എത്തിയപ്പോഴേ അവരവിടെ എത്തി നിൽക്കുവാണ്. അപ്പോൾ ഒരുപാട് സമയം നമ്മളെ നോക്കി അവർ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ അടുത്ത ട്രെയിൻ നോക്കി നിൽക്കാം. വെള്ളം തണുപ്പില്ലേ? തണുപ്പ് ഇല്ല. ഞാൻ വീഡിയോ സഹിതം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ അവിടെ വന്ന് നിന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും ദാഹിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ദാഹം കൂടുതലാണല്ലോ. അങ്ങനെ പിന്നെ ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാൻ പോയതാണ്. അപ്പോൾ 20 രൂപയാണ് വെള്ളത്തിന് വിലയെന്ന് പറഞ്ഞു. 20 അല്ല 15 രൂപയാണ്. ഞാൻ 20 രൂപയാണ് കൊടുത്തത്. അപ്പോൾ 5 രൂപ ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മുട്ടായി തന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ തിരിച്ച് വരുമ്പോൾ ഞാൻ വെള്ളം വാങ്ങിക്കുമ്പോൾ 10 ഈ ഒരു മുട്ടായും കൂടെ തരുമെന്ന് പറഞ്ഞു. അതിന് വൈകിട്ട് ഞാനല്ല ഇരിക്കുന്നതെന്ന്. അതാ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ സഹിതം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാനത് കാണിച്ച് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞെങ്കിൽ എൻ്റെ മുഖവും കൂടെ എടുത്തോളാനാണ് പുള്ളി പറയുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ബാക്കിലോട്ട് പോയി. നമ്മൾ ചിന്തിച്ചത് എന്തോ ബാക്കിൽ ആൾ കുറവായിരിക്കും, നമുക്ക് അവിടെ കയറാമെന്നും പറഞ്ഞ് അവിടെ ചെന്നപ്പോഴെന്തുവാ ഫ്രണ്ടിലൊക്കെ ആവശ്യം പോലെ സ്ഥലമുണ്ട്. നമ്മൾ ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്ക് നിറയെ ആൾ. അപ്പോൾ ആദ്യം ചേച്ചി കുഞ്ഞിനെയും കൊണ്ട് ഇരുന്നു, ഏട്ടനും അപ്പുറത്ത് ശ്രീമോനെയും കൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേരെയും കൊണ്ട് വരുന്ന ഉടനെ ഇരുത്തുമല്ലോ. അങ്ങനെ അവരിരുന്നു. ഞാനും ലച്ചുവും കാശിയും കൂടെ നിന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശി ഏട്ടൻ്റെ കൊങ്ങാക്കി പിടിക്കുന്ന ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോൺ കൊടുത്തില്ല. പിന്നെ നമ്മുടെ പൊടിവാവ ഏത് സ്ഥലമായാലും ഞങ്ങൾ ഡാൻസ് കളിക്കാനുള്ളത് കളിക്കും. പാട്ട് എപ്പോൾ കേട്ടാലും തുള്ളും കേട്ടോ. എനിക്ക് ഇവിടെ തുള്ളൽ കണ്ട ഉടനെ എനിക്ക് ലച്ചുവിനെയാണ് ഓർമ്മ വന്നത്. ലച്ചു ആണെങ്കിൽ ഇതുപോലായിരുന്നു. ഞങ്ങളൊരു വട്ടം ചെന്നൈക്ക് പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ അവൾ അന്ന് 3-4 വയസ്സേ ഉള്ളൂ. അവളാണെങ്കിൽ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുള്ളുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവളെ നോക്കുമായിരുന്നു ഇവളെ തുള്ളുന്ന കണ്ടിട്ട്. അതിൻ്റെ 16 പൊടിവാവ. ശ്രീമോനും ഒട്ടും മോശമൊന്നുമല്ല. അവൾ തുള്ളുന്ന കണ്ട ഉടനെ പാട്ട് കേട്ട ഉടനെ ഉറങ്ങിക്കിടന്ന ശ്രീമോനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. കുറേ സമയം ഏട്ടൻ്റെ കയ്യിലിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടൻ പറഞ്ഞു എടി കുഞ്ഞിനെ പിടിക്കാമെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ വന്നതിന് ശേഷം പൊടിയോടെ ഡാൻസും പാട്ടും കേട്ടോടനെ ശ്രീമോനും ഉണർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും ഇവളും രണ്ടുപേരും കൂടെ പാട്ടൊക്കെ കേട്ട് തുള്ളിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അടുത്തിരിക്കുന്നവർ മൊത്തം അവളെ ശ്രദ്ധിക്കുവാണ്. അവൾ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് അവൾ നിൽക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ചങ്ങനാശ്ശേരി ചെന്നിട്ട് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് എവിടെ ആയെന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തി നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് കാശിയാണെങ്കിൽ ഭയങ്കര കുരുത്തക്കേട്. കാശിയാണെങ്കിൽ തന്നെ അങ്ങ് ഓടിയൊക്കെ അങ്ങ് പോവും. എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ പോകുന്നില്ലെന്നും പറഞ്ഞിരുന്ന ട്രിപ്പായിരുന്നു ഇത്. അച്ഛൻ ഹോസ്പിറ്റലായതുകൊണ്ട്. അപ്പോൾ ഏട്ടനും വരുന്നില്ല, അച്ഛനെ നോക്കാൻ ആൾ വേണമല്ലോ. അപ്പം ഞങ്ങൾ ചെല്ലണമെന്ന് എല്ലാവർക്കും ആഗ്രഹം. അതുമാത്രമല്ല കാശി ആഗ്രഹിച്ചിരുന്നതായതുകൊണ്ടാണ് നമ്മൾ പോയത്. അമ്മ ഒരു ദിവസം നിൽക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോയി. പക്ഷേ നേരത്തെ
പ്ലാൻ ചെയ്തതായതുകൊണ്ടാണ് പോയത്. അപ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് പ്രവീൺ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശി ഓടിയതിന് വഴക്ക് പറഞ്ഞതിനുള്ള ഒരു സങ്കടവും കരച്ചിലും ഒക്കെയാണ് അവിടെ കണ്ടത്. അപ്പോൾ കുറച്ച് പേര് ഒരു ട്രാവലറിലുള്ള ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു, ഒരു ട്രാവലറിലുള്ളത് പോയതുമില്ല, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. മായച്ചേച്ചിയും കുഞ്ഞിക്കിളിയും എല്ലാവരും ആച്ചുവേച്ചിയും സന്തോഷണ്ണനും സുധീഷണ്ണനും എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നവരാണ് കൂടുതൽ ഇവിടെ നിന്നത്. ബാക്കി ചെന്നൈയിൽ നിന്ന് വന്നവരെല്ലാം ഒരു ട്രാവലറിൽ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഒരു കുടുംബം ഉണ്ടായിരുന്നു കേട്ടോ, രുക്കുമണി എന്നൊക്കെ പറയും. പിന്നെ എൻ്റെ ഈ ചെന്നൈയിലുള്ളവരെല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ മലയാളം അവർക്ക് ശരിക്കും മനസ്സിലാവത്തില്ല, ചിലതെല്ലാം മനസ്സിലാവും. അതെങ്കിലും എല്ലാവരും കാണാമല്ലോ, ആ ഒരു സന്തോഷം അവർക്ക് കാണും കേട്ടോ. അതാണ് എൻ്റെ മെയിൻ. എല്ലാ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 1 മണിക്കൂറത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും, ബോറടിക്കുമായിരിക്കും. പക്ഷേ ഈ വന്നവർക്കെല്ലാം ഇത് കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും കേട്ടോ. എല്ലാവരും മെമ്മറീസ് അല്ലേ, അതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എന്നെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ് വരുവാണ്. ഞങ്ങളുടെ എടുക്കുന്ന ഓരോരുത്തരും പറയുന്നുണ്ട്. അപ്പോൾ അജേജ് പറഞ്ഞാണ് എന്നെ കണ്ട ഉടനെ, ഞങ്ങൾ ഇത്ര ഒരുങ്ങി വന്നിട്ട് ഞങ്ങളുടെ ഒന്നും വീഡിയോ എടുക്കുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു വാ എടുക്കാമെന്ന് പറഞ്ഞു, ഇച്ചിരിയും കൂടെ ഒരുങ്ങാനുണ്ട്, ഒരുങ്ങിയിട്ടൊക്കെ എടുത്താൽ മതി എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല, ഞങ്ങളൊക്കെ ഏത് കൂറ വേഷത്തിലാണ് വന്നേക്കുന്നതെന്ന് കണ്ടോന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മുടെ മുടിയെല്ലാം അങ്ങ് കാറ്റടിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിക്കാണെങ്കിൽ ഭയങ്കര ഇത്, വേണ്ട എൻ്റെ വീഡിയോ എടുക്കല്ലേ എന്ന് പറയും. എന്നിട്ട് വേറെ ഒരാളെയും കൊണ്ട് പറയിപ്പിക്കുക എൻ്റെ വീഡിയോ കൂടെ സൈഡിൽ കൂടെ എടുക്കണേന്ന്. അങ്ങനെയാണ് കുഞ്ഞിയുടെ ഡയലോഗ്. അങ്ങനെ കുഞ്ഞ് ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഉണ്ണിച്ചേട്ടനെ അറിയാലോ. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാം, പൊടിവാവയുടെ ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് തന്നത് ഉണ്ണിച്ചേട്ടനായിരുന്നു ചിലതൊക്കെ. അങ്ങനെ ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നു, സന്തോഷേട്ടനുണ്ടായിരുന്നു, സുധീഷേട്ടനുണ്ടായിരുന്നു, എല്ലാ അണ്ണന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരും എൻ്റെ ക്യാമറ കാണുമ്പോഴേ ഹായ് പറയുന്നുണ്ട് കേട്ടോ. കണ്ടോ, അതെല്ലാവർക്കും ഒരു സന്തോഷം. എല്ലാവരും യൂട്യൂബിൽ വരുമെന്നുള്ള ഒരു എല്ലാവരും നമ്മൾ സാധാരണക്കാരാണ്, എല്ലാവരും നല്ല എന്തോ പറയുന്നത് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ. അതാണ് മെയിനായിട്ടുള്ളത്. അങ്ങനെ ഇവരെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുമായി. രുക്മിണി എന്നാണ് പേര്, രുക്കുമണി എന്ന് പറഞ്ഞ് ഇവർ കളിയാക്കുന്നതാണ് കേട്ടോ. അവരാണെങ്കിൽ എല്ലാം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം, നല്ലതായിട്ട് നമ്മുടെ അടുത്തെല്ലാം മിങ്കിൾ ചെയ്യുകയെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും ട്രാവലറിലോട്ട് കയറുവാണ്. അപ്പം രമേശൊക്കെ ഫ്രണ്ടിൽ അങ്ങ് ഇരുന്ന്, പൊടിവാവയൊക്കെ ഫ്രണ്ടിലാണ് ഇരുന്നത്. അപ്പോൾ ഞാനും ശ്രീമോന് എൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു, എൻ്റെ കയ്യിൽ വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാനും ലച്ചു ഉണ്ണിച്ചേട്ടനും കൂടാണ് ഇരുന്നത്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ പോകുമ്പോൾ പാട്ടൊക്കെ പാടാനും ഡാൻസൊക്കെ കളിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ലച്ചു എനിക്ക് കണ്ണാടിയൊക്കെ വെച്ച് തരുമോ? ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണാടിയൊന്നും വേണ്ട, അല്ലല്ലേ കണ്ണ് കാണാൻ വയ്യ, എനിക്ക് കണ്ണാടിയും കൂടെ വെച്ചിട്ട് എനിക്ക് വയ്യാന്നും പറഞ്ഞാൽ ലച്ചുവിന് തന്നെ കൊടുക്കുവാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഫുഡ് കഴിക്കാൻ അവരുടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ വന്നിറങ്ങി. എന്തി ബാക്കി എല്ലാവരും എന്തോ ബാബയൊക്കെ ആയല്ലേ? ഹലോ, ഇവരെ ആദ്യമായിട്ടാണ്, ഇവരെയൊക്കെ അറിയാം. എന്താ പറ്റി? കരഞ്ഞിരിക്കുന്നല്ലോ. ഇവിടുത്തെ ആളേതാ? ഹലോ, എന്തുണ്ട്? സുഖമാണോ? കണ്ടു അതാ ചോദിച്ച കുട്ടിയൊക്കെ ആയല്ലേ? അമ്മ ഹായ്, നമസ്കാരം. ആദ്യമായിട്ട് കാണുമോ എല്ലാരും? നമ്മ പറയുന്നതെല്ലാം മനസ്സിലാവുന്നോ? ആ കഴിച്ചോ. എന്താണ് ഇവർ ഈ പകുതി മുക്കാൽ ആൾക്കാരെ എനിക്കറിയാവുന്നതാണ്, എന്നെ അറിയാവുന്നതാണ്. അപ്പോൾ വന്നപ്പോഴേ അവരെല്ലാവരും എന്നെ തിരക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ട്രാവലറിൽ അവരിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന 1-2 പേരുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റയിലൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞതാണ് പാർച്ചേച്ചി വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് ആക്കി വിട്ടാണ് കേട്ടോ. അപ്പം എന്നെ പാറു എന്ന് വിളിച്ചപ്പോൾ തന്നെ അറിയാമല്ലോ, അവരെയൊക്കെ നമുക്ക് അറിയാവുന്നതുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും ഒന്നും പാറു എന്നുള്ള പേരറിയത്തില്ല. അപ്പോൾ അവരെന്നെ അങ്ങനെയൊക്കെ വിളിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നെ ഒരാടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി മലയാളത്തിൽ നമസ്കാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് മനസ്സിലായോന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമുക്കറിയാവുന്ന രീതിയിൽ സംസാരിക്കത്തുള്ളൂ. പിന്നെ ചേച്ചി ഇവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആയതുകൊണ്ട് ചേച്ചിയുടെ മലയാളം കേട്ട് അവർക്കൊക്കെ പിന്നെ മലയാളം പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ പിന്നെ ട്രാവലിലോട്ട് കയറി
അങ്ങനെ മായ ചേച്ചി കണ്ണാടിയൊക്കെ വെച്ച് ഡാൻസ് കളിച്ചതിനെ പ്രവീൺ ചേട്ടനാണെങ്കിൽ ബാക്കി എന്നോട് പറഞ്ഞു മായ പാമ്പായെന്ന്. അപ്പോൾ ഞാൻ പറയാം ഷാപ്പിൽ കയറുന്നതിന് മുമ്പ് പാമ്പായെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. എല്ലാവരും പാട്ടൊക്കെ പാടി എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് പോവുകയാണ്. അപ്പോൾ പൊടിവാവ കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര തുള്ളലാണ്. അറിയാമല്ലോ ഇവരുടെ തുള്ളൽ. എവിടെയെങ്കിലും ഒരു പാട്ട് കേട്ടാൽ മതി അന്നേരം തുള്ളൽ തുടങ്ങും. പൊടിവാവയാണെങ്കിലും ശ്രീമോനാണെങ്കിലും ഒട്ടും മോശമല്ല. എല്ലാവരും ഡാൻസ് കളിയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. കുട്ടനാട് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അപ്പയുടെ വീട് എടത്തുവായിലാണ് കേട്ടോ. ഇങ്ങനെ ഒരു കണ്ടത്തിന് നടുക്കായിട്ടാണ് വീട്. അപ്പം ഞാനിതെല്ലാം കണ്ടപ്പോൾ ലച്ചുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്, ഇങ്ങനെയൊക്കെയാണ് ഞാനപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഈ പോകുന്ന ബോട്ടിങ്ങിന് പോകുന്ന ഈ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിനൊക്കെ മുമ്പ് അച്ചാച്ചനും ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടെ പോയപ്പോൾ അങ്ങനെ ആ സ്ഥലത്തു നിന്ന് തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്നുള്ള സ്ഥലത്തൂടാണോ നമ്മൾ പോകുന്നത്, ഞാൻ അവിടുത്തേത് പോയിട്ടുണ്ടെന്നൊക്കെ ഞാനിങ്ങനെ ഉണ്ണിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. അവിടെ ബ്രിഡ്ജ് പണിഞ്ഞ് നടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചാടി ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ. അപ്പോൾ ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് മാറി ഞാൻ പറഞ്ഞു എല്ലാവരെയും എടുക്കണം, ബാക്കിയുള്ളവരെയൊന്നും ശരിക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ എടുക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ പറയുവാണ്. അപ്പം എന്നോട് മായ ചേച്ചിയുടെ നാത്തൂൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങനെ പറയുകയും ചെയ്തു, എന്തോ ഈ ഒരു പടിക്ക് 2 പക്ഷിയാവും കേട്ടോ, ട്രിപ്പും ആവും വ്ളോഗിലിടാനുള്ള കാര്യങ്ങളും ആവും എന്നെല്ലാം പറയുവാണ്. അപ്പോൾ ഇവൻ ഇപ്പോൾ വന്ന് പറയുന്നത് നമ്മളെല്ലാം ബ്ലാക്കും വൈറ്റും കൂടെ ആണെന്ന് നമ്മളെ പറഞ്ഞ് കാണിച്ചു തരും. എല്ലാവരും യൂണിഫോം പോലെ ഇട്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മളൊന്നും അറിയാതാണ് ഡ്രസ്സ് ഇട്ടത്. ഇവിടെ വന്നപ്പോഴാണ് ഇവരെല്ലാം ഏകദേശം എല്ലാം മാച്ചിങ് ആയിട്ടൊക്കെ തോന്നിയത് കേട്ടോ. അങ്ങനെ പിന്നെ ഇവർ കുറച്ച് പേർക്കൊക്കെ ഇവിടെ വന്ന് ഫ്രഷ് ആവണമായിരുന്നു. കുറച്ച് പേര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിലാണെങ്കിൽ 6 റൂമുള്ള ബോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ കുറേ പേരെല്ലാം ഇവിടെ കയറി റെഡി ആവുകയൊക്കെ ചെയ്തു. അപ്പോൾ നമ്മളെല്ലാവരും കയറുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെയുള്ള പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും സമയം പോവും, അതുകൊണ്ട് വേഗം കയറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പം ഡ്രൈവർമാരോടെല്ലാം പറഞ്ഞു ഇന്ന സമയത്ത് തിരിച്ച് വരണം, നമുക്ക് പോകാനുള്ള വണ്ടി. അങ്ങനെ അവരോടെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അവിടെ അതിൻ്റെ ഓണറാണ് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ കേട്ടോ. ആ ആൾ നമ്മളെ ഓരോരുത്തരെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് മേളോട്ട്, ശ്രദ്ധിച്ച് കയറണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ ആലപ്പി എന്നാണ് ചെന്നൈക്കാർ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വട്ടം കൊല്ലത്തു നിന്നാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആലപ്പി വരണമെന്നാണ് അവർ ആഗ്രഹം. അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ പ്ലാൻ ആക്കിയത്. പിന്നെ ഇതിനെല്ലാം കഴിഞ്ഞ് അവസാനം ഇവർക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കൊല്ലം തന്നെയായിരുന്നു ബെസ്റ്റ് എന്നുള്ളത്. അത് ഞാൻ വഴിയേ പറയാം. ഇപ്പോൾ ആദ്യമേ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ബോട്ടിൽ വന്ന് കയറി എല്ലാവരും പതുക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ആദ്യമേ തന്നെ എല്ലാം മുകളിലോട്ട് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെന്ന് കയറിയപ്പോഴേ എല്ലാവരും ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് മേളിൽ ആ വെൽക്കം ഡ്രിങ്ക് റെഡിയാക്കിയേക്കുന്ന അങ്ങോട്ടങ്ങ് പോകുമെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആരും താഴെ ഇരുന്നില്ല, നേരെ തന്നെ മുകളിലോട്ട് അങ്ങ് പോകുമായിരുന്നേ. താഴെ 3 ബെഡ്റൂം ഉണ്ടായിരുന്നു, അതൊന്നും ആരും ഉപയോഗിച്ചിട്ടുമില്ല. മേളിലാണ് എല്ലാവരും പോയതെന്ന് വെച്ചാൽ മേളിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം മേളിൽ കൊണ്ടുവച്ചു. അപ്പം ബോട്ടെ കയറിയപ്പോഴത്തേക്ക് പൊടിയാവിക്ക് ഒരു പേടിയുണ്ട് കേട്ടോ, പിടിച്ചോ എന്നും പറഞ്ഞ് നിൽക്കുവാണേ. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാ ബോട്ടെല്ലാം കിടക്കുന്നതെല്ലാം ഒന്ന് കണ്ട് ഞാൻ അന്നേരം അതിൻ്റെ ചെറിയൊരു വ്യൂസ് എടുത്താണ് കേട്ടോ. അപ്പം ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞല്ല, ക്യാമറ കണ്ടതുകൊണ്ടാണ് ഓരോരുത്തരും വരുന്നവർ ഹായ് പറഞ്ഞ് കയറിപ്പോരുവാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെ ആയിപ്പോയല്ലോ. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതിന് എല്ലാവരും ഹായ് പറഞ്ഞ് പോരുവാണ്. അതൊക്കെയാണ് നമ്മുടെ വൈബ്. നമ്മൾ പറയാതെ തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ലച്ചു ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ്. പൊടിവാഴ ഡ്രസ്സ് മാറാൻ ചേച്ചി നോക്കുവാണ് അവിടെ തന്നെ വെച്ച്. പിന്നെ നമ്മൾ പറഞ്ഞ് മേളിൽ റൂമിൽ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ പുള്ളിയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഈ ചേട്ടനൊക്കെ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാശിയാണെങ്കിൽ കാശി കുഞ്ഞിക്കിളിയും പിന്നെ ഇവർ പറയുന്നൊന്നും കേട്ടില്ലായിരിക്കും, ചെരുപ്പൊന്നും ഊരാന്ന് മേളിൽ കയറി വന്നത്. അങ്ങനെ ചെരുപ്പിടാൻ വേണ്ടി താഴോട്ട് പോവുകയാണ്. പിന്നെ സേഫ്റ്റിയാണ്, പിള്ളേരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകത്തില്ല, എല്ലാം അടച്ചൊക്കെ ഇട്ടേക്കുവാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ കാശി അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും നമുക്ക് പേടിയൊന്നും തോന്നിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ വന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ ഞാൻ മായച്ചോട് ചോദിച്ചു വെള്ളം കിട്ടിയില്ലേന്ന് ചോദിച്ചപ്പോഴത്തെ ചേച്ചി അവിടെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് എന്നെ കണ്ടിട്ട് പറഞ്ഞു 1 ഗ്ലാസ് വെള്ളം എനിക്ക് തന്നേക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ എടുത്ത വെള്ളം ഞാൻ കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ വന്ന് വേറെ വെള്ളം എടുത്ത് കുടിക്കുവാണ്. അപ്പോൾ ലച്ചു പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. ആദ്യമേ എന്നോട് പറഞ്ഞായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഡ്രസ്സ് നമുക്കൊരു റീൽ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാനാണെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവളെ ആശിപ്പിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ലേ. പിന്നെ ഞാനും വെള്ളമൊക്കെ കുടിച്ച് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാവരും മുകളിൽ എത്തിയിട്ടില്ല. എല്ലാവരും ഫ്രഷപ്പായി വന്നതിന് ശേഷം പാട്ടൊക്കെ ഇടാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുവരെ നമ്മൾ പാട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. എല്ലാവരും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇരിക്കുകയും യാത്ര എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ബോട്ട് എടുത്തിട്ടില്ല കേട്ടോ, കരയിൽ തന്നെ കിടക്കുവാണ്. എല്ലാവരും ഒന്ന് കയറി ഇതാക്കി ആയതിനു ശേഷം അവർ ബോട്ട് എടുക്കത്തുള്ളൂ. അപ്പോൾ ബോട്ട് എടുക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പൊടിവാവെ റെഡിയാക്കാനും ശ്രീമോൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറാനെ കൊണ്ടും പോയേക്കുമായിരുന്നു കേട്ടോ. ശ്രീമോനൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് ഡ്രസ്സ് അഴുക്കാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് വന്നതേ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറിയപ്പോഴത്തെ പാത്തും കൂടി ഇരിക്കുവാണ്. കുഞ്ഞിൻ്റെ കൈ ആണെങ്കിൽ കഥകിൻ്റെ ഇടയിൽ കയറി ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ചോര വന്ന കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ ഞാൻ എല്ലാവരോടും ചെന്ന് വിശദമായിട്ട് വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കി, എല്ലാവരുടെയും സുഖവിവരങ്ങളൊക്കെ ഒന്ന് തിരക്കുക. എല്ലാവരോടും ഹായ് ഒക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഇവരോട് നമ്മുടെ നാട് എങ്ങനെ ഉണ്ടെന്നൊക്കെയുള്ള റിവ്യൂ ചോദിക്കുവാണ്. അതൊന്നും ഒന്ന് കേട്ടു. വെയിലുള്ള എവിടെ വന്നാലുണ്ടല്ലോ കുമ്പടിയാടാ. അവിടെയുണ്ട് ഇവിടെയുണ്ട് അല്ലേ? ഇച്ചിരി വെയിൽ കൊള്ളാൻ വന്നല്ലേ? എങ്ങനുണ്ട് വെയില് കുട്ടനാട്ടിലെ? എങ്ങനുണ്ട് നാടെങ്ങനുണ്ട്? കൊള്ളാമോ? മനസ്സിലായില്ലേ? ഒന്നും പറയാനില്ല, വാക്കുകളില്ലെന്ന്. അതെ, നിറയെ പറയും. എഴുതി തരണ്ടേ? So beautiful, so elegant. Super. ആ കണ്ട, അങ്ങനെ വേണം പിള്ളേരായ. ഞാൻ പറയുന്നത് മനസ്സിലാവും. എന്നെ സുന്ദരി നോയിക്ക്, എന്നെ പൊടിയാതെ നോയിക്ക് ഇങ്ങോട്ട്. അങ്ങനെ എല്ലാവരോടും ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചേച്ചിയോട് പറയാം നമുക്ക് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഇപ്പുറത്തോട്ട് വന്ന കാഴ്ചയാണ്. എല്ലാവരും ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നിന്ന് ആരും കാണാതെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല This is my friend, Catherine Cassin. അതായിട്ട് ഇനിയും കുറയ്ക്കണ്ടല്ലേ? കൊള്ളാം, സൂപ്പർ. കേട്ടായിരുന്നു. ഇനി എന്താണ് പറയാനുള്ളത് ഭാര്യയെ പറ്റി? പറ. സുന്ദരിയും സുശീലയും സർവോപരി എന്താ പറയാ, എനർജറ്റിക് എല്ലാവരും ഒന്നിനും എന്താ വേണം. അതെ, ഈ വീഡിയോ ഒന്ന് അയച്ചു തരണം അല്ലേ പാറു? ഈ പറഞ്ഞത് വേണോ? അതെ അതെ. ഈ പാട്ടൊക്കെ കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇച്ചിരി സ്പീഡ് കൂട്ടിയൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പക്ഷേ പാട്ടില്ലാതെ ഡാൻസ് കാണാനൊരു സുഖമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം വീഡിയോ കാണുമ്പോൾ അവരെല്ലാവരും ആഗ്രഹിച്ചിരിക്കുമായിരിക്കും ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടാണെങ്കിലും ആ വീഡിയോ ഇട്ടത്. അപ്പോൾ ആ ബോട്ടിൻ്റെ മുകളിൽ നിൽക്കുന്ന പുള്ളി അറിയാം, എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. ഒരു യൂട്യൂബറാണെന്ന് ഏട്ടൻ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുമുണ്ട് യൂട്യൂബിലൊക്കെ. അങ്ങനെ പുള്ളി നമുക്ക് ഹായ് ഒക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ട് ഏട്ടൻ പേരെന്തോ വിളിക്കുകയും ചെയ്തു കേട്ടോ. അന്നേരമാണ് നമ്മൾ നോക്കിയത്. അങ്ങനെ പിന്നെ നമ്മൾ അകത്തോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ അങ്ങ് വെളിയിരിക്കണം. അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കുവാണ്. അപ്പോൾ അണ്ണനും മോളും കൂടെ അവിടെ ഭയങ്കര ഡാൻസ്. ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് കളിക്കുമ്പോൾ അവരിവിടെ മാറി നിന്ന് ഒരു ഫാമിലിയുടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരെയും ഇവിടെ നിന്ന് ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കാൻ.
എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കളിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പൊടിവാവയാണെങ്കിൽ എൻ്റെ ഇലയെ കയറിയിരിക്കുവാണ്, ഞാനും അപ്പോൾ അവിടെ കൂടെ ഡാൻസ് കളിക്കുവാണ്. നമ്മൾ ഒട്ടും മോശമല്ലല്ലോ, നമ്മൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിള്ളേരുടെ അപ്പുറത്തേതായിട്ട് തുള്ളലായിട്ട് നിൽക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു ആഘോഷം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് ട്രിപ്പൊക്കെ പോകുമ്പോഴൊക്കെയാണ് നമ്മുടെ ഇച്ചിരി എനർജി വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീട്ടിൽ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും പിന്നെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, കാലിലൊരു നീരുണ്ടായിരുന്നു. അപ്പം നീര് വന്നതുകൊണ്ട് അതിൻ്റെ കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓയിൽമെൻറ്റ് തേച്ച് വെച്ചേക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് അറിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ തോന്നുക അച്ഛനെയും അമ്മയും അവിടെ ഇട്ടിട്ട് രണ്ട് മക്കളും മരുമക്കളും എല്ലാം കൂടെ ടൂർ പോയേക്കുന്നെന്ന്. അങ്ങനെയൊക്കെ പറയുന്നവർക്ക് അവിടെ ഇരുന്ന് പറയാം, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ കുഴപ്പം, നമുക്ക് ഒരു ഇതുമില്ല. നമുക്ക് പക്ഷേ ഞങ്ങൾക്ക് വരണമെന്നില്ലായിരുന്നു. ചേച്ചി അന്നേരം രാവിലെ വരെയും പോകുന്നില്ലെന്നും പറഞ്ഞിരുന്നത്. പിന്നെ ഇതൊക്കെ 2-3 മാസം മുമ്പേ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് പോകാതിരിക്കാനും പറ്റത്തില്ലായിരുന്നു. ഇവരെല്ലാം വരുന്നതെല്ലാം നമ്മളെ പ്രതീക്ഷയല്ലേ, നമ്മളെ കാണാനുള്ളൊരു ആഗ്രഹവും നമ്മളെല്ലാവരും കൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വരുന്നതല്ലേ. അച്ഛനാണ് മുൻകൈ എടുത്ത് പോ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ ഇവിടെ വന്ന് നിൽക്കും പോകുമെന്ന് പറഞ്ഞ് നമ്മളെ വിട്ടത് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഏട്ടൻ്റെ ഗാനമേള കേൾക്കാമേ. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയാൽ കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതൂക്കി പാട്ട് തീരാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ ഫുഡ് കൊണ്ടുവെക്കാനായിട്ട്. ഫുഡ് കൊണ്ടുവച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും വിശപ്പായി, എല്ലാവരും നിവർന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സമയം 2 മണിയായി. പാട്ടും ഡാൻസുമായിട്ട് ഇരുന്നത് കൊണ്ട് സമയം പോയതും ആരും ശ്രദ്ധിച്ചില്ല. ഫുഡ് വന്നപ്പോഴാണ് വിശപ്പിൻ്റെ വിളി തന്നെ അവർ കേട്ടതെന്ന് തോന്നുന്നു. എല്ലാവരും പാത്രം എടുത്ത് വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ അതിന് ശേഷമാണ് വിളമ്പിയത്. അപ്പോൾ ഞാൻ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഏട്ടന് എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാ കറികളും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. എനിക്ക് പിന്നെ എല്ലാ കറികളൊന്നും വേണ്ട, വേണ്ടുന്നതെല്ലാം ഞാൻ എടുത്ത് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 2 സൈസ് ചോറുണ്ടായിരുന്നു, പൊന്നിയരിയുടെ ചോറും നമ്മുടെ സാധാ വെള്ളരിയുടെ ചോറും. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർക്ക് പൊന്നിയരിയുടെ ചോറാണല്ലോ, അവരവിടെ അതാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ടാണ് 2 സൈസും വെച്ചത്. എന്നിട്ടും അവർ രണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി. അവരുടെ ആ ചോറ് കഴിച്ചതിന് ശേഷം അവർ വലിയ ചോറും കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ഫുഡും ഒക്കെ എടുത്തുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തന്നെയാണ് വിളമ്പിയത്. അതിൽ കൂടുതലൊന്നും ഞാൻ വിളമ്പിയാലും കളയും, അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. ഈ സലാഡും ഒന്നും എനിക്ക് വേണ്ട, തോരനും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് മാത്രം എനിക്ക് അച്ചാർ വേണം. 2 സൈസ് അച്ചാർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് കൂട്ടിയാലും ഞാൻ കഴിക്കും. ചിക്കൻ ആണെങ്കിലും എല്ലാണെങ്കിൽ ഞാൻ തിരയുന്നതിൻ്റെ അകത്ത് കിടന്ന് എനിക്ക് മാംസമൊന്നും വേണ്ട, അതുകൊണ്ട് എല്ല് മാത്രം നോക്കി ഞാൻ പറക്കി എടുക്കുവാണേ. പപ്പടവും ഞാൻ എടുത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ ആയിട്ട് പോയിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലായിടും ഒക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ ശ്രീമോനെ പിടിച്ചേക്കുമായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഏട്ടൻ കഴിച്ചത്. അപ്പം നോക്കിയപ്പോൾ പ്രവീൺ ചേട്ടൻ്റെ പാത്രത്തിൽ ചോറിനെക്കാട്ടി കൂടുതൽ കറികൾ. അപ്പോൾ ഉടനെ ആണെങ്കിൽ പറയാം, പാവമല്ലേ ഞാൻ കഴിച്ചോട്ടെ എന്നൊക്കെ അവിടെ നിന്നുകൊണ്ട് പറയുവാണ്. കഴിച്ച് എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? മുള്ളുപോലും വെക്കാതെ തിന്നേക്കണേ. ഫുഡ് എങ്ങനെയുണ്ട്? റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ടേസ്റ്റ് നന്നായിട്ടുണ്ട്. നീ കഴിച്ചില്ലല്ലോ. ഞാനാണെങ്കിൽ ഞാൻ തന്നെ ഒരു ചോദിച്ചിട്ട് അവരായിട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മലയാളം ഇവർക്ക് മനസ്സിലാകുന്നൊന്നും എനിക്കറിയത്തില്ലെങ്കിലും ഞാൻ പറയാനുള്ളത് മലയാളത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും താഴോട്ട് പോയി. ഞാൻ അവിടെ മുടി കെട്ടിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്ലിപ്പൊന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ക്ലിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും കുറേശ്ശെ പേര് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എൻ്റെ ക്ലിപ്പാണെങ്കിൽ ശിവാസേട്ടനാണെങ്കിൽ എടുത്ത് തന്നത്. അവിടെ ഇരുന്നുകൊണ്ട് കമ്പൊക്കെ കുത്തി പിന്നെ ലാസ്റ്റ് കാലൊക്കെ വെച്ചങ്ങ് എടുത്ത് തരുമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ അവിടെ കുറച്ച് സമയം നിന്നു. എല്ലാവരും കുറേ പേരെല്ലാം വെളിയിൽ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ
ബോട്ട് ഓടിക്കുന്നിടത്തുമൊക്കെ ഇരുന്ന് എല്ലാവരുടെ ഫോട്ടോസൊക്കെ ഞാനാണ് കൂടുതലും എടുത്തു കൊടുത്തത്. അത് കഴിഞ്ഞ് അകത്ത് വന്ന ശ്രീമോനാണെങ്കിൽ നമ്മുടെ സെൽഫി സ്റ്റിക്ക് വെച്ച് ലച്ചുവിന് അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അവനെ ഒന്ന് ഉറക്കാമെന്നും കരുതി റൂമിലോട്ട് വന്നതാണ്. റൂമിലോട്ട് വന്നപ്പോൾ അവൻ പോയി എന്ന് കാഴ്ച കാണുവാണ്. ഇത്രയും അടുത്ത് കുഞ്ഞിന് വെള്ളമൊക്കെ കണ്ടപ്പോഴത്തേ അവനൊരു ആകാംക്ഷ. അപ്പോഴാണ് മണി അടിക്കുന്ന ശബ്ദം കേട്ടത്. നമ്മുടെ വീടിൻ്റെ അടുത്തൂടെയൊക്കെ വണ്ടി പോകുന്നത് പോലെ നമ്മുടെ കായലിൽ കൂടെയും തേണ്ട് ഐസ്ക്രീം ആവും വന്നേക്കുവാണ് ഒരു വള്ളത്തേൽ. അപ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ചാടി വന്നു. ഐസ്ക്രീമിന് എന്തുവാ വിലയെന്നൊക്കെ ചോദിക്കുന്നു. തന്നെത്താനെ അങ്ങ് ചോദിക്കുവാണ്. അവരാരും വരണ്ട, കാശിയാണെങ്കിൽ പോയി അതങ്ങ് തുറക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോരോ ഐസ്ക്രീം വാങ്ങിക്കുന്ന ഉടനെ ഇവന്മാർ പറയുന്നത് 40 ഐസ്ക്രീം പോട്ടെ. നമ്മൾ മൊത്തം 40 പേരുണ്ടായിരുന്നേ. കരിമീൻ 40 പൊള്ളിച്ച്, അതുപോലെ തന്നെ അവർ 40 ഐസ്ക്രീം എന്ന് പറഞ്ഞ് എല്ലാവർക്കും വാങ്ങിച്ച് ഐസ്ക്രീം കൊടുത്തു. എല്ലാവരും കൂടി ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുവാണ്. വലുതൊന്നും ചെറുതൊന്നും ഒന്നുമില്ല. എല്ലാവരും ഐസ്ക്രീം വെച്ച്. കാശിയൊക്കെ ആണെങ്കിൽ 2 ഐസ്ക്രീമാണ് എടുത്തത്. ഇതെൻ്റെ കൈയാണ്, ഞാൻ എടുത്ത ഐസ്ക്രീമാണ്. ബട്ടർ സ്കോച്ചിൻ്റെ ആയിരുന്നേ. ശ്രീമോനാണെങ്കിൽ ഏട്ടൻ ഐസ്ക്രീം കൊണ്ട് ഇരുന്നപ്പോൾ തൊട്ടേ അവിടെ വന്നിരിക്കും. അപ്പം പൊടിവാവ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ചേച്ചി ഡ്രസ്സൊക്കെ ഊരിയാണ് അവളെ കൊണ്ട് വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവളാണെങ്കിൽ ഒരു മാംഗോ ബാറും കൊണ്ട് നിൽക്കും. മാമ പൊട്ടിച്ചതാണെന്നും പറഞ്ഞ്. മാമൻ കഴിക്കത്തില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് കൊച്ചാണെങ്കിൽ മാംഗോ ബാർ എടുത്തുകൊണ്ട് വന്ന് മാമൻ്റെ കൈ കൊടുത്തത് പൊട്ടിച്ചു കൊടുക്കാൻ. മാമൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇച്ചിരിതാ എന്ന് പറയുന്നതിന് പൊടിവാവ അവിടെ നിന്ന് ഓടുകയാണ് ചെയ്യുന്നത്. കാശിയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ പോയി നിന്ന് കാണുന്ന വള്ളത്തേലും നമ്മുടെ ബോട്ടയിലും എല്ലാം ടാറ്റയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീമോൻ ദേഹം മൊത്തം ഐസ്ക്രീം, എൻ്റെ ഡ്രസ്സ് മൊത്തം ഐസ്ക്രീം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേലോട്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരെയും പരിചയപ്പെടുത്താൻ പോവാണെന്ന് പറഞ്ഞു. മഞ്ജു, ഒരു മോനുണ്ട് വൈഷ്ണവ്, ആ കീഴായിരിക്കുക. ഞാൻ ഫ്രണ്ട് விண்ணரசி. இது என் குழந்தை ரியான். 5 வருஷம் குழந்தை இல்லாமல் லேட்டாக பிறந்தான். செல்ல குழந்தை ஆல்ரெடி 2 வாட்டி அபார்ஷன் ஆச்சு. இது 3வது. என்னோட பேர் பரமசிவம். நான் வந்து இங்கே விழுப்புரம் டிஸ்ட்ரிக்ட். ஆக்சுவலாக எனக்கு சொந்த ஊர் விழுப்புரம். நீங்கண்ணா சரி சரி. யார் வண்டி ஓ வண்டி தானே அப்படின்னா பேர் பார்த்தீங்களா? ஃப்ளட்டு பரமசிவம். എൻ്റെ പേര് സന്തോഷ്. അശ്വിനി എൻ്റെ ഭാര്യ. ഞാൻ ഒരു തവണ അവിടെ വന്നിട്ടുണ്ട് ചെന്നൈയിൽ. And my sister Kritika, and we are coming from Kollam. I'm studying in 6th standard in Sri Buddha Central School, and it is located in Karunapalli. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ളത് വേണമെങ്കിൽ ഞാനൊരു എന്തോന്ന് ചെയ്യാം. பயங்கர சீன்லாம் போட்டிருக்காரு வந்து. ஆனால் உங்களை பார்த்த உடனே வந்துட்டு அவ்வளோதான் போச்சு. എനിക്ക് കുറേ പേർക്ക് മനസ്സിലാകും. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന പൊട്ടത്തരാണോ എന്തോ നിങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് ഒരാൾ വന്നാൽ നല്ലതായിരിക്കും. ഒത്തിരി താങ്ക്സ് ഉണ്ട്. എൻ്റെ ടീമിൻ്റെ പേരിലുള്ള താങ്ക്സ് വാങ്ങിക്കോട്ടെ. കാരണം എന്താ വെച്ചാൽ என் பேர் அசோக். மாப்பிள்ளை ஒரு 15 வருஷமாக ஒர்க் பண்ணுறேன். എൻ്റെ പേര് ഷബിൻ. ഇങ്ങനെ ഒരു ട്രിപ്പ് അത് അറേഞ്ച് ചെയ്ത് തന്ന വീഡിയോ ടീമിനും
ഇവർ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാനത് ഇട്ടത് അത് അവർക്ക് കാണുമ്പോൾ അതൊരു സന്തോഷമായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഈ ലോങ് വീഡിയോ ആണ്, എല്ലാവരും മൊത്തം ഇരുന്ന് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു സന്തോഷം അത് ഞാൻ വീഡിയോ ഇട്ടങ്ങ് ഇടുന്നതേ ഉള്ളൂ. എല്ലാവരും പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ചായയും ഏത്തക്കാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഗെയിമൊക്കെ പ്ലാൻ ചെയ്തു. അങ്ങനെ കസേരകളിയൊക്കെയാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യം പിള്ളേർ സെക്ഷൻ നടത്തി. അപ്പോൾ കാശിയാണെങ്കിൽ 4ാമത്തെ റൗണ്ടിൽ അങ്ങ് ഔട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഡാൻസ് എല്ലാം കണ്ടല്ലോ, അതിൽ സെറ്റ് സാരിയും പിന്നെ ദാവണി പോലെ ആ സ്കേർട്ടും ടോപ്പൊക്കെ ഇട്ട് വന്നത് അമ്മയും മോളുമായിരുന്നു. അവർ പിന്നെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നമ്മുടെ കേരള വന്നിട്ട് ആ ട്രഡീഷണൽ ഡ്രസ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം പ്ലാൻ ചെയ്ത് വന്നിട്ടതാണ് കേട്ടോ. അച്ഛനും മോളും അമ്മയും എല്ലാം ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് അവർ ഡാൻസൊക്കെ കളിച്ച് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ, അതാണ് പറയാനുള്ളത്. അതിൽ കൂടുതൽ എന്തോ പറയാനാണ്, എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. പിന്നെ നമ്മുടെ കസേര കളിക്കാത്ത മായ ചേച്ചിയൊക്കെ നല്ല ഡാൻസൊക്കെ കളിച്ചാണ് കേട്ടോ ഓടിക്കൊണ്ടിരുന്നത്. നാത്തൂനും പിന്നെ മറ്റേ കാർത്തികണ്ണൻ്റെ വൈഫാണ്, അത് അവർ ആദ്യം സെറ്റ് സാരി ഉടുത്തിരുന്ന ഡ്രസ്സ് മാറിയതാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. പിന്നെ ലാസ്റ്റ് അവർ രണ്ടുപേരും കൂടെ കളിച്ചു. പിന്നെ കസേര കളിക്കാത്ത പിള്ളേരുടെ സെക്ഷനിൽ മോളും അമ്മമാരുടെ സെക്ഷനിൽ അമ്മയാണ് ജയിച്ചത്. അപ്പോൾ സ്പോൺസർ ചെയ്യുന്നത് കാർത്തികണ്ണനാന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് മായ ചേച്ചി ജയിക്കാൻ വേണ്ടി മായ ചേച്ചി കസേരയും കൊണ്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. എല്ലാവർക്കും ഒന്ന് ചിരിക്കാനും എടുക്കാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങ് കരയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4:30 ആയപ്പോഴത്തേക്ക് ഇങ്ങ് എത്തുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കെല്ലാം പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണെങ്കിൽ ചെന്ന് ഡോറ് തുറക്കാൻ തുടങ്ങിയപ്പോൾ ഡോറ് പൂട്ടിയേക്കുന്ന അകത്തുനിന്ന് നമുക്ക് ഇറങ്ങാനും സമയമായി. അങ്ങനെ പിന്നെ അണ്ണനാണെങ്കിൽ ഇവളെ നമ്മുടെ കുഞ്ഞിക്കിളിയെ അകത്ത് കയറ്റി അങ്ങനെ കഥ തുറന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ശിവദാസ് ചേട്ടൻ അവിടെ അച്ഛൻ തന്നെയായിരുന്നു ബാത്റൂമിൽ കയറിയപ്പോൾ ഡോറ് ലോക്ക് ചെയ്തിട്ട് കയറിയത്. അങ്ങനെ മോള് കഥക് ചാടി ഇറങ്ങി, ജനല് ചാടി ഇറങ്ങിപ്പോയി ഡോറ് തുറന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് താഴോട്ട് വരുവാണ്. അപ്പോൾ താഴെ വന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഫാമിലി ഫോട്ടോ ഇവരെല്ലാവരുമാണ് നമ്മുടെ ഫാമിലി. അങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വട്ടവും ബോട്ടിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെയുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കസേര നീക്കി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിലും ഫ്രണ്ടിലും താഴെ പിള്ളേരെ ഇരുത്തിയൊക്കെ എടുക്കാമെന്നുള്ള ഇതിൽ സച്ചിനാണെങ്കിൽ തന്നെ ഏത് ഫോക്കസിലെടുത്താൽ നല്ലതായിട്ട് കിട്ടുമെന്നൊക്കെ നോക്കുവാണ്. അപ്പോൾ പ്രവീൺ ചേട്ടൻ ആ കസേര നീക്കാൻ വേണ്ടി ചെന്ന ഉടനെ ഇത് ഓടിക്കുന്ന പുള്ളി പറഞ്ഞു കസേര നീക്കാൻ പറ്റത്തില്ല, സ്ക്രാച്ച് വീഴുമെന്ന്. അവിടെ അപ്പോൾ ഇനി ഏത് സ്ക്രാച്ചാണ് വീഴാനുള്ളതെന്ന് എനിക്കറിയത്തില്ല. ആ തറ മൊത്തം സ്ക്രാച്ചായി കിടക്കുന്നവരുടമായിരുന്നു. എന്നിട്ട് പോലും അത് നീക്കാൻ സമ്മതിച്ചിട്ടില്ല. അവർക്ക് ഭയങ്കര വേറെ എല്ലാവരുടെ സർവീസ് നല്ലതായിരുന്നു, പക്ഷേ അത് ഓടിക്കുന്ന പുള്ളി ഭയങ്കര ജാടയെ നിൽക്കുമായിരുന്നു, ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതൊന്നും ചേച്ചിക്കും ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഈ വന്നവരൊക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ ഫോട്ടോ എടുക്കുക, അതാണ് മെയിൻ അവരുടെയൊക്കെ ഉദ്ദേശം. അവരാണെങ്കിൽ 3-4 ഡ്രസ്സും കൊണ്ടാണ് വന്നത് ഓരോരോ ഫോട്ടോസ് എടുക്കാൻ. അപ്പോൾ അവർക്ക് അതിന് പോലും സമ്മതിക്കാതെ നമ്മൾ ആരുടെ ഔദാര്യത്തിനല്ല ബോട്ടിൽ പോകുന്നത്, നമ്മൾ കാശ് എണ്ണി കൊടുത്ത് പോയതാണ്. ഒരാൾക്ക് 900 രൂപ വെച്ച് എണ്ണി ഇത്രയും പേർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ആ ബോട്ടിങ്ങിന് പോയത്. എന്നിട്ട് പോലും അവരുടെ സർവീസ്, അതുകൊണ്ട് ടിപ്പ് പോലും കൊടുക്കാൻ ചേച്ചി സമ്മതിച്ചിട്ടില്ലായിരുന്നു. ടിപ്പ് കൊടുക്കാൻ 2000 രൂപ എടുത്തതായിരുന്നു, പക്ഷേ ഇവരിങ്ങനെ കാണിച്ചത് കൊണ്ട് മാത്രം എടുത്തില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഫോട്ടോ എടുത്തത്. അപ്പോൾ ആ ആളെയും കൂടെ നിർത്തി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരോടൊരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞത്. അപ്പോഴത്തേക്ക് അയാൾക്ക് ഭയങ്കര പവർ. പിന്നെ ഫുഡ് വിളമ്പി തന്ന ആളും അവിടെ ക്ലീൻ ചെയ്ത ആളും അവരൊന്നും ഒരു കുഴപ്പമില്ല. ഈ ഓടിച്ചാക്ക് മാത്രമേ ഉള്ളായിരുന്നു കുഴപ്പം കേട്ടോ. അത് നമ്മളാണെങ്കിൽ ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഓണറിനോട് പറഞ്ഞിട്ടും കൂടാണ് പോകുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ആലപ്പുഴ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്ക് ട്രാവലർ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടനെ ഓടിപ്പോയി എല്ലാവരും ടിക്കറ്റ് എടുത്ത് ട്രെയിൻ വന്ന് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ നടന്നു, ഒരാളോ 2 പേരോ പോയി ടിക്കറ്റ് എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ 2 പേർക്ക് നമ്മുടെ കൊല്ലത്തോട്ടും ബാക്കിയുള്ളവരെല്ലാം കരുനാഗപ്പള്ളിക്കുമാണ് ടിക്കറ്റ് എടുത്തത്. അങ്ങനെ നമ്മൾ അതുവഴി നടന്ന് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫ്രണ്ടിൽ ഇങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാക്കിലാണ് അവരെല്ലാവരും വന്നത്. വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെല്ലാം കഴിഞ്ഞിട്ടാണ് അവരെല്ലാം വന്നത്. അപ്പോൾ നമ്മൾക്ക് കയറാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ എസ്കലേറ്ററിൽ കൂടെ കയറി മോളി വന്ന്. അപ്പോഴത്തേക്ക് കുഞ്ഞിക്കിളിക്ക് കയറാൻ പേടിയാണെന്നും പറഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ തിരിച്ച് നമ്മൾ സ്റ്റെപ്പിൽ ഇറങ്ങി. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോഴാണ് ബാക്കിയുള്ളവർ അപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നത്. അപ്പോൾ ടാറ്റയൊക്കെ കൊടുത്ത് നമ്മളിങ്ങനെ വരുവാണ്. അപ്പോൾ കയറിയപ്പോൾ ഒരു ബോഗി മൊത്തം നമ്മുടെ ആൾക്കാരായിരുന്നു, 2ാമത്തെ ബോഗിയിലും കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2 ഇടത്തായിപ്പോയി എല്ലാവരും. അങ്ങനെ ആ ട്രെയിനിലൊക്കെ കയറിയിരുന്നു. നമ്മൾ കയറിയപ്പോഴെല്ലാം നമ്മൾ പറയുന്നത് നമുക്ക് ബോട്ട് വെച്ച് സംഭവിച്ച കാര്യം ഇതിലും നല്ലത് നമ്മുടെ കൊല്ലം തന്നെ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ വട്ടം കൊല്ലത്ത് പോയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാത്തിനും അവർ സമ്മതിച്ചു. അവരെല്ലാം നല്ല നമ്മുടെ അടുത്ത് സഹകരിച്ച് നല്ല രീതിയിൽ നിന്നതുകൊണ്ട് നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും. ഇത് നമ്മൾ ആലപ്പുഴ വന്നിട്ട് ഇങ്ങനൊരിത് പറ്റിയല്ലോ, വെറുതെ ആയിപ്പോയി എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. ഇവരൊക്കെ ഇങ്ങനെ കാണിക്കുമ്പം തന്നെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നുമല്ലോ.
അങ്ങനെ നമ്മളെല്ലാവരും അതിനെപ്പറ്റിയൊക്കെ ചർച്ചയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ പോവുകയാണ്. അപ്പോൾ പൊടിവാവ് എൻ്റെ കയ്യിൽ, ശ്രീമോൻ ചേച്ചിയുടെ കയ്യിലുമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി എത്താറായി. അപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് ഇറങ്ങാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ശ്രീമോൻ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ എനിക്കിവരെ യാത്രയാക്കാൻ എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ അവരെ ഒന്നും കാണാനും പറ്റത്തില്ല. അവർ പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ പോവുകയും ചെയ്യും. അങ്ങനെ പിന്നെ ഏട്ടൻ എഴുന്നേറ്റ് പോയി എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് എല്ലാവരെയും യാത്രയാക്കണം. അവരപ്പം ജനലിക്കൂടെ അല്ല ഇതിൻ്റെ ഇതിൽ കൂടെ എന്നെ കണ്ടിട്ട് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പം ഞാൻ ഇറങ്ങിയില്ലല്ലോ, അവരും ഓർത്ത് കാണത്തില്ല ഞങ്ങൾ ഇറങ്ങാതെ അങ്ങ് പോവാന്നുള്ളത്. എന്നെ ആ വണ്ടി കണ്ടപ്പോഴായിരിക്കും അവരും അറിഞ്ഞത് ഞങ്ങളങ്ങ് പോവാന്നുള്ള കാര്യം. അപ്പോൾ അവരെല്ലാവരും ടാറ്റ നമ്മളെ വിടുവാണ്. കാശി ഭയങ്കര കരച്ചിലായിരുന്നു. കാശി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം മറ്റുള്ള എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് തിരിച്ച് ഇവർ കരുനാഗപ്പള്ളി ഇറങ്ങിയപ്പോഴാണ് എൻ്റെ അടുത്തോട്ട് കാശി വരുന്നത്. അതുവരെ കാശി എൻ്റെ കൂടെ അല്ലായിരുന്നു, ബാക്കി എല്ലാവരുടെയും കൂടെ ആയിരുന്നു. അപ്പോൾ കരയും. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറയുവാണ്, അവർ നാളെ ഇങ്ങ് വരും, മോൻ കരയരുതെന്നൊക്കെ. മൺട്രോത്തുരുത്തിൽ നിന്ന് കയറിയ കുട്ടികളാണ് കേട്ടോ. ഇത്രയും നല്ല പിള്ളേരുണ്ടോ നമ്മൾ ഈ വന്ന കാലത്ത്? കഞ്ചാവും മയക്കുമരുന്നും ബീഡിയും വലിച്ചിങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഇത്രയും നല്ല പിള്ളേർ. അവർ വന്നപ്പോഴേ അവർ പറയുന്നുണ്ട് നമുക്ക് പാട്ട് പാടാന്ന് പറഞ്ഞ് എല്ലാവരും ഇവിടെ ഇരുന്ന് പാട്ട് പാടുന്നു. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുത്തോട്ടെ, ഇപ്പോൾ അതിനെന്താ ചേച്ചി എടുത്തോളാൻ പറഞ്ഞു. അവരുടെ വീഡിയോ ഞാൻ ഇട്ട ഉടനെ നമ്മളോട് ഇങ്ങോട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് പോയ പിള്ളേരാണ് കേട്ടോ. നമ്മുടെ കൊല്ലത്ത് തന്നെ ഒരു സ്കൂളിൽ പഠിക്കുന്ന തന്നെ +1 പഠിക്കുന്ന പിള്ളേരായിരുന്നു എല്ലാവരും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി അങ്ങ് ഒരുപാട് ദൂരെയാണ് പാർക്ക് ചെയ്ത്, രാവിലെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം അത് പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അത്രയും ദൂരം നടന്നാണ് വന്ന് വണ്ടിയിൽ കയറിയത്. ഇനി നേരെ ഹോസ്പിറ്റലിൽ പോകണം, അച്ഛനെ ഒന്ന് കാണണം. അമ്മയാണെങ്കിൽ രാത്രി കിടക്കാൻ വരാമെന്ന് പറഞ്ഞ് ചേച്ചി കരുനാഗപ്പള്ളി ഇറങ്ങിയത് കൊണ്ട് അതുകൊണ്ട് നേരെ നമ്മൾ പോകുന്നത് ബെൻസേറിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അച്ഛനെ കാണാനായിട്ട് പോവാം. അമ്മ വന്നിട്ട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ചെന്നേ. പക്ഷേ അമ്മ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ പതുക്കെ നടന്ന് അച്ഛനെ കാണാനായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പം അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് മാത്രമാണ് കേട്ടോ ഞങ്ങൾ പോയത്. വെളുപ്പിന് 5 മണിക്ക് ഏട്ടൻ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ പോലും തീരുമാനിക്കുന്നത് ഞങ്ങൾ പോണോ വേണ്ട എന്നുള്ള ഇതിലായിരുന്നു. പോകുന്നില്ലെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. ഏട്ടനും വരുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ വരുന്നു, റെഡിയാവും പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ വന്ന് അപ്പോഴത്തേക്ക് അച്ഛൻ അമ്മയെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മയപ്പോൾ പറയുവാണേ ഇവരെല്ലാവരും ടൂറെല്ലാം കഴിഞ്ഞിട്ട് വന്നതാണ്, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്, അച്ഛനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് അമ്മ ഓരോന്ന് പറയുവാണ് വീഡിയോ. പക്ഷേ എനിക്ക് സൗണ്ട് കാരണം അമ്മ പറയുന്നത് ക്ലിയർ ആവുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് വോയിസ് ഞാൻ കട്ടാക്കിയത്. അങ്ങനെ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പോയ കഥകളും ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണിച്ച് നമ്മൾ ഇറങ്ങി പതുക്കെ നടന്ന് ഇങ്ങോട്ടിങ്ങ് വരുവാണ്. അപ്പോൾ ബെൻസിൻ്റെ ഫ്രണ്ടിലെ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. വീട്ടിൽ പോയി ഇനിയൊന്നും ഉണ്ടാക്കി കഴിക്കാനില്ല. അവിടുത്തെ ആൾ കണ്ടു, അവിടെ ആളായതുകൊണ്ട് ഏട്ടൻ പറയും നമുക്ക് ചോയ്സിൽ പോകാമെന്ന്. അങ്ങനെ ചോയ്സ് ചെന്നപ്പോഴത്തേക്ക് അവിടെ വണ്ടി ഇടാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മൾ പിന്നെയും തട്ടുകടയിൽ വന്നു. അവിടെ വന്നപ്പോൾ പിന്നെ അവിടെ ആളാണ്, വണ്ടി ഇടാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ ഇവിടെ തന്നെ വന്ന് ഒരു കടയിൽ കയറി ഫുഡും വാങ്ങിച്ച് വീട്ടിൽ വന്നിരുന്ന് കഴിക്കുമായിരുന്നു ചെയ്തത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ വീടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ലോങ് വീഡിയോ കണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഫുൾ ഇടാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരുടെയും ഹാപ്പിനെസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷം, അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ മൊത്തം ഇടുന്നത്. കുറേച്ചൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടുന്നത്. അപ്പം ഓക്കെ, ബൈ ബൈ, സീ.